പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ ലക്ഷ്യമിട്ട് സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച ഉയർന്ന തലത്തിലുള്ള അമേരിക്ക ഇറാൻ ചർച്ചകളുടെ ആദ്യഘട്ടം തന്നെ അതീവ നാടകീയമായ നയതന്ത്ര പോരാട്ടങ്ങൾക്ക് വേദിയായിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോടെ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കിയ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ കടുത്ത ഭിന്നതകളും തർക്കങ്ങളും ഉടലെടുത്തു. ജനീവ ചർച്ചാവേദിയിൽ അരങ്ങേറിയ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ നയതന്ത്ര ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. ആസൂത്രണം ചെയ്തിരുന്ന പരമ്പരാഗത ഹസ്തദാനവും സംയുക്ത ഫോട്ടോ സെഷനും ഇറാൻ പ്രതിനിധി സംഘം പൂർണ്ണമായും ബഹിഷ്കരിച്ചതാണ് ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ കനത്ത തിരിച്ചടിയായത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും അമേരിക്കൻ ഡെലഗേഷനൊപ്പം ഒന്നിച്ച് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രതിനിധികളുമായി ഒരേ വേദി പങ്കിടുമെങ്കിലും ഇത്തരം പരസ്യമായ സൗഹൃദ പ്രകടനങ്ങൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ഇറാന്റെ ഈ കടുത്ത നിലപാട്. ചർച്ചകളുടെ തുടക്കത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഈ നയതന്ത്ര പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടതോടെ ചർച്ചാവേദിയിൽ കടുത്ത അസ്വാഭാവികതയും നിശബ്ദതയും പടർന്നു. ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളോടുള്ള കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ തമ്പനയിൽ ബഹിഷ്കരിക്കണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചാവേദികളിലെ ഈ ഫോട്ടോ ഓപ്പ് വിവാദം പുകയുന്നതിനിടയിലാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലെ ഇറാന്റെ സൈനിക ഇടപെടലുകൾക്കും സായുധ ഗ്രൂപ്പുകൾക്കുമുള്ള പിന്തുണയ്ക്കുമെതിരെ കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. ഇറാൻ തങ്ങളുടെ പ്രാദേശിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് സ്വിറ്റ്സർലൻഡിലെ ചർച്ചകളുടെ അന്തരീക്ഷം കൂടുതൽ വഷളാക്കി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പുതിയ ഭീഷണി ചർച്ചാവേദിയിലിരിക്കുന്ന ഇറാൻ പ്രതിനിധികളെ കടുത്ത രീതിയിലാണ് ചൊടിപ്പിച്ചത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ സംഘം നിലപാടെടുത്തു. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചർച്ചാവേദിയിൽ വെച്ചു തന്നെ ഇറാന്റെ ഉയർന്ന നയതന്ത്രജ്ഞർ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം യുഎസ് സംഘത്തെ നേരിട്ട് അറിയിക്കുകയുണ്ടായി. പ്രതിഷേധം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ ചർച്ചകൾ താൽക്കാലികമായി ബഹിഷ്കരിച്ചുകൊണ്ട് ഇറാൻ സംഘം ഹാളിൽ നിന്നും നാടകീയമായി ഇറങ്ങി പോവുകയും ചെയ്തു. തുടർ നടപടികളെക്കുറിച്ചും പുതിയ സാഹചര്യത്തെക്കുറിച്ചും സ്വന്തം രാജ്യത്തെ ഭരണകൂടവുമായി അടിയന്തര കൂടിയാലോചനകൾ നടത്തുന്നതിനാണ് തങ്ങൾ ചർച്ചയിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെ സ്വിസ് മണ്ണിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാവുകയും ആദ്യ റൗണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. വർഷങ്ങളായി തുടരുന്ന ശത്രുതയ്ക്ക് പരിഹാരം കാണാൻ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നിരന്തര ശ്രമങ്ങളെയാണ് ഈ ഒറ്റ ദിവസത്തെ സംഭവ വികാസങ്ങൾ നിഷ്പ്രഭമാക്കിയത്. ചർച്ചകളിൽ പങ്കെടുക്കാൻ ജനീവയിൽ എത്തിയെങ്കിലും അമേരിക്കൻ നയങ്ങളോട് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് അറാഗ്ചിയും ഗാലിബാഫും ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നിലപാടിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ പരമാധികാരവും അന്തസ്സും പണയം വെക്കില്ലെന്ന ഇറാന്റെ മുൻ നിലപാടുകളുടെ തുടർച്ചയാണ് ജനീവയിലും ദൃശ്യമായത്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രതിനിധികൾക്ക് മുൻപിൽ ഒരു തരത്തിലും തല കുനിക്കില്ലെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത്. ഇത് ചർച്ചകളിൽ ഇറാന് കൂടുതൽ മേൽക്കൈ നേടിക്കൊടുക്കുമെന്നും ചില നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇറാന്റെ ഈ നാടകീയമായ പിന്മാറ്റത്തോടും ബഹിഷ്കരണത്തോടും അമേരിക്കൻ പ്രതിനിധി സംഘം അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് വിവരങ്ങൾ. സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ ഇറാൻ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് ചർച്ചകളുടെ അന്തസ്സ് കെടുത്തുമെന്നാണ് യുഎസ് പക്ഷത്തിന്റെ വാദം. ട്രംപിന്റെ പ്രസ്താവനകളെ ന്യായീകരിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് വാഷിംഗ്ടണും തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ തന്നെ ഇത്രയും വലിയ തർക്കങ്ങൾ ഉടലെടുത്ത സ്ഥിതിക്ക് താൽക്കാലികമായി നിർത്തിവെച്ച ചർച്ചകൾ എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇരു വിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോകാൻ തയ്യാറാക്കാത്തത് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ നയതന്ത്ര പ്രതിനിധികൾ ഇരു വിഭാഗവുമായി വെവ്വേറെ ചർച്ചകൾ നടത്തി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും പശ്ചിമേഷ്യയുടെ ഭാവിയും നിർണ്ണയിക്കുന്ന ഈ ചർച്ചകളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് ആഗോള സമൂഹം. ലബനനിലെയും ഇസ്രയേലിലെയും അതിർത്തികളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് അവസാനിപ്പിക്കേണ്ട നേതാക്കൾ ചർച്ചാവേദിയിൽ പരസ്പരം മുഖം തിരിച്ചു നിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന വിലയിരുത്തലുകളുമുണ്ട്.
രാഷ്ട്രീയമായ പിടിവാശികൾക്കപ്പുറം പ്രായോഗികമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും കത്തുമെന്ന് ഉറപ്പാണ്. വരും മണിക്കൂറുകളിൽ ഇറാൻ ഭരണകൂടം ടെഹ്റാനിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ജനീവ ചർച്ചകളുടെ അടുത്ത നീക്കം. അമേരിക്കയുമായി വീണ്ടും ചർച്ച തുടരണമോ അതോ പൂർണ്ണമായി ചർച്ച ഉപേക്ഷിച്ച് മടങ്ങണമോ എന്ന കാര്യത്തിൽ ഇറാൻ സുപ്രീം ലീഡറുടെ അന്തിമ തീരുമാനം നിർണായകമാക്കും. സ്വിറ്റ്സർലൻഡിൽ പുകയുന്ന ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്നതാണ്.